ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ മക്കളോട് ഷെയർ ചെയ്യാനാണ് ടീച്ചർ വന്നത്. പരീക്ഷയ്ക്ക് ഇതാ നമ്മളുടെ തൊട്ടടുത്ത് വന്നെത്തി ഇങ്ങനെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ പാഠഭാഗങ്ങളും വളരെ കുറച്ച് പാഠമേ മലയാള സെക്കൻഡിൽ നമുക്ക് പഠിക്കാനുള്ളൂ. മലയാള സെക്കൻഡ് എന്ന് പറയുന്നത് അടിസ്ഥാന പാഠാവലിയാണ്. എല്ലാവർക്കും കോമൺ ആയിട്ട് പഠിക്കാനുള്ളതാണ് ഇത് മലയാള സെക്കൻഡ് അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാന പാഠാവലി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഏതൊക്കെ പാഠഭാഗങ്ങളുണ്ട് എന്നൊക്കെ അറിയണ്ടേ നമുക്ക്. അപ്പോൾ പിന്നെയും പൂക്കും ഈ ചില്ലകൾ എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ ഈ യൂണിറ്റിൽ നമുക്ക് 3 പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. എത്ര പാഠഭാഗങ്ങളാണ്? 3 പാഠഭാഗങ്ങളാണ്. ആദ്യത്തേത് ഒരു കവിതയാണ്, പുതുവർഷം എന്ന് പറയുന്ന കവിതയാണ്. വിജയലക്ഷ്മി ടീച്ചർ എഴുതിയിരിക്കുന്ന വളരെ മനോഹരമായ ഒരു കവിതയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയെ നമുക്ക് പഠിക്കണം. രണ്ടാമത്തേത് ആ വാഴവെട്ട് എന്ന് പറയുന്ന കഥയാണ്. പൊൻകുന്നം വർക്ക് എഴുതിയിരിക്കുന്ന 1940കളിലുള്ള തെക്കൻ തിരുവിതാംകൂർ ഭാഗങ്ങളിലുള്ള കർഷകരായിട്ടുള്ള ആളുകൾ അനുഭവിച്ച യഥാർത്ഥ ജീവിതത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള കഥയാണ് ആ വാഴവെട്ട് എന്ന് പറയുന്ന കഥ. മൂന്നാമത്തത് എണ്ണ നിറച്ച കരണ്ടി എന്ന് പറയുന്ന ഒരു നോവൽ ഭാഗമാണ്. ഏത് നോവലാണെന്നറിയാമോ? ആൽക്കമിസ്റ്റ് അല്ലേ, വിശ്വപ്രസിദ്ധനായിട്ടുള്ള ആരാണ്? നമ്മുടെ സാഹിത്യകാരൻ അല്ലേ എഴുതിയിട്ടുള്ള വളരെ പ്രസിദ്ധമായ നോവലാണ് ഇത് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന നോവൽ. പൗലോ കൊയ്ലോയുടെ നോവലാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓൾറെഡി. നിങ്ങൾ സാന്റിയാഗോവിനെ കുറിച്ചും സാന്റിയാഗോവിൻ്റെ കഥയും ഒക്കെ നമ്മൾ കേട്ടതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ആട്ടിടയനായ സാന്റിയാഗോ എന്ന് പറയുന്ന ആട്ടിടയൻ എന്ത് ചെയ്യാണ്? യാത്ര ചെയ്യാണ് അല്ലേ. നിധി അന്വേഷിച്ച് പോകുന്ന യാത്രയിൽ പല ആളുകളെയും കണ്ടുമുട്ടുകയാണ്. അങ്ങനെ ഒരു വൃദ്ധനെ കണ്ടുമുട്ടുകയും ആ വൃദ്ധൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമായ എണ്ണ നിറച്ച കരണ്ടി എന്ന് പറയുന്ന പാഠഭാഗം. അപ്പോൾ പാഠഭാഗത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ വീഡിയോസിലും ഇനി വരുന്ന മാരത്തോൺ ലൈവുകളിലൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ആക്കണം. 40 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങളും അല്ലെ, സാധ്യതാ ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് സെറ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ പഠിക്കാനുള്ളത്? പിന്നെയും പൂക്കും ഈ ചില്ലകൾ എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് അല്ലേ. അപ്പോൾ വീണ്ടും പൂക്കുക അല്ലേ, പൂക്കുക തളിർക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പ്രതീക്ഷയുടെ അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ലതെന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴാണല്ലോ നമ്മൾ പൂക്കുന്നു തളിർക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുക. അപ്പോൾ അതേപോലെ ഇവിടെ ചെടികൾ പൂക്കുകയും തളിർക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. അല്ലേ, നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടാവുന്നതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മൾ നട്ട് നനച്ച് അല്ലേ വളർത്തിയിട്ടുള്ള ചെടിയിലൊരു പൂവുണ്ടാവുന്നത്, തളിരുണ്ടാവുന്നത് അല്ലേ. അപ്പോൾ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള അല്ലേ കുറച്ച് പാഠഭാഗങ്ങളാണ് നമ്മുടെ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രവേശകത്തിൻ്റെ അല്ലേ ഒരു കഥയാണ് പ്രവേശകത്തിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആരെഴുതിയ കഥയാണെന്നറിയാമോ? PK പാറക്കടവ് അല്ലേ. PK പാറക്കടവ് എഴുതിയിരിക്കുന്ന വേരും തളിരും എന്ന് പറയുന്ന ഒരു കുഞ്ഞു കഥ അല്ലേ. എന്ത് കഥയാണ്? വേരും തളിരും എന്ന് പറയുന്ന ഒരു കുഞ്ഞു കഥയാണ് നമ്മളുടെ പിന്നെയും പൂക്കും ഈ ചില്ലകൾ എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ പ്രവേശകമായി നൽകിയിരിക്കുന്നത്. നോക്കിയേ കഥ എങ്ങനെയാണ്? ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീറ് ആകാശവും ആകാശത്തിലായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണും മനസ്സിൽ സൂക്ഷിക്കുക. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും? ഭൂമിയിലും നിങ്ങൾ തളിർക്കും, ആകാശത്തിലും വേരു പിടിക്കും അല്ലേ. അപ്പോൾ എന്താണ് നമ്മളുടെ ഈ കുഞ്ഞു കഥയിൽ പറയുന്നത്? കഥ കുഞ്ഞായിക്കോട്ടെ, അതിൽ പറയുന്ന ആശയം എന്ന് പറയുന്നത് എന്താണെടാ? വളരെ വലിയ ആശയമാണ് അല്ലേ. അപ്പോൾ അതൊരു ചോദ്യമാണ്. മേ ബി പരീക്ഷയ്ക്കും അങ്ങനെ തന്നെ ചോദിക്കാം. PK പാറക്കടവിൻ്റെ വേരും തളിരും എന്ന കഥ നമ്മളോട് പറയുന്നത് എന്താണ്, കഥയുടെ ആശയം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജീവിതത്തിൽ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അല്ലേ, എത്ര ഉയരത്തിൽ ആകാശത്തോളം ഉയരത്തിലെത്തിയാലും എന്ത് ചെയ്യണം? ഒരു പിടി മണ്ണ് നമ്മളുടെ മനസ്സിൽ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ എത്ര ഉയരത്തിലെത്തിയാലും നമ്മൾ വന്ന വഴി, നമ്മളുടെ ജീവിത മൂല്യങ്ങൾ, നമ്മളുടെ പ്രിയപ്പെട്ട ആളുകൾ, സ്നേഹം, കരുതൽ അല്ലേ, നമ്മളുടെ ബന്ധങ്ങൾ, അതൊന്നും എന്ത് ചെയ്യരുത്? കൈമോശം വന്നു പോകരുത് അല്ലേ. അപ്പോൾ പുതിയ കാലത്ത് മനുഷ്യൻ എന്ത് ചെയ്യാണ്? നമ്മളുടെ വേരുകൾ നഷ്ടപ്പെടുകയാണ്. ഈ പറയുന്ന ജീവിത മൂല്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ് അല്ലേ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കുറയുന്നു അല്ലേ. അപ്പോൾ ഓരോ മനുഷ്യനും എന്ത് ചെയ്യണം അല്ലേ, കുറച്ചുകൂടെ ആ മനുഷ്യൻ്റെ മനസ്സ് വിശാലമാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ അല്ലേ ഒരു ആകാശം അല്ലേ ഏറ്റവും ഉയരങ്ങളിലേക്ക് നമ്മൾ സ്വപ്നം കാണുകയും ഏറ്റവും ഉയരത്തിൽ ആകാശത്തിലായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയും വേണം എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ കഥയിലൂടെ PK പാറക്കടവ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് അല്ലേ പ്രാധാന്യം അല്ലേ കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്കും പ്രാധാന്യം ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ മറ്റുള്ളവരും എന്ത് ചെയ്യുന്നു? നമുക്ക് പ്രാധാന്യം കൽപ്പിക്കും. അങ്ങനെ കൂടുതൽ മഹത്തായിട്ടുള്ളൊരു ജീവിതം നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെയാവുമ്പോഴാണ്
ജീവിതം ഭൂമിയിൽ തളിർക്കുകയും ആകാശത്തിലേക്ക് വേരു പടർത്തുകയും ചെയ്യുന്നത് എന്നാണ് വേരും തളിരും എന്ന കഥ നമ്മളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രവേശകമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അതിന് അല്ലേ പ്രാധാന്യം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അല്ലേ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അട്ടത്ത് നോക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ പ്രവേശകമാണെന്ന് കരുതി എന്ത് ചെയ്യരുത്, നമ്മൾ അതൊന്നും മാറ്റി വെക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ 3 യൂണിറ്റുകളാണ് നമുക്ക് മലയാള സെക്കൻഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. പരീക്ഷയ്ക്ക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആദ്യത്തെ യൂണിറ്റാണ് ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാടാ, നമുക്ക് മറ്റ് വീഡിയോകളിലായിട്ട് നമുക്ക് പഠിക്കണം. ലൈവുകളൊക്കെ വരുന്നുണ്ട്, ഉഷാറായിട്ട് അല്ലേ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് പാഠമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, എന്താണ് സംശയമുള്ളതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ബൈ ബൈ.